വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഗാർഗി കുറേയൊക്കെ പറഞ്ഞ് ശാരിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിന്നെ കുഞ്ഞിനെ ദൈവം തിരിച്ചു തരിക തന്നെ ചെയ്യും. നിന്റെ കണ്ണീര് കാണാതിരിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കില്ല. പിന്നെ 5 വയസ്സ് വരെ ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിലാണ് കുട്ടികൾ കളിച്ച് വളരുന്നത്. അവർക്കൊരു ആപത്തും വരില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഗാർഗി അവിടെ നിന്ന് അങ്ങ് മാറിപ്പോകുന്നുണ്ട്. പക്ഷേ ശാരിക പിന്നീട് അവിടെ നിന്ന് കരച്ചിൽ തന്നെയാണ്. ഇതേസമയം ശാലിനിയാണെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ച് റസാക്കിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. റസാക്കിനെ കണ്ടിട്ട് അവിടെ വണ്ടി നിർത്തി സംസാരിക്കുന്നതാണ്. അന്നേരം ശാരികയുടെ കാര്യത്തിൽ ഒരു ഹർഷമായിട്ട് ശാലിനി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇത്രയും ദിവസമായിട്ടും ശാരികയും കുഞ്ഞിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ലല്ലോ. മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുന്ന ഞാനാണെങ്കിൽ എൻ്റെ കാര്യം വരുമ്പോൾ അത് എൻ്റെ കഴിവുകേടായിട്ടല്ലേ എല്ലാവരും കാണുകയുള്ളൂ, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നല്ലേ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശാലിനി ആ ഒരു സ്വയം കുറ്റം മനസ്സിലാവും. നമ്മളെല്ലാവരും ചോദിക്കുന്ന ആ ഒരു ചോദ്യം തന്നെയാണ്. കളക്ടറുടെ പ്രശ്നങ്ങൾക്ക് മാത്രം ഉത്തരം ബാക്കി എല്ലാവരുടെയും കാര്യങ്ങൾക്ക് ഓടി നടക്കുന്നു, അപ്പോൾ പിന്നെ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ ചോദിക്കുക. അന്നേരം എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. ഒന്നുകിൽ പിന്നെ ശാരികയാണെങ്കിൽ പിന്നെ ആരുടെയെങ്കിലും കയ്യിൽപ്പെട്ട് ലോക്കായിട്ടുണ്ട്, പുറത്തു വരാൻ പറ്റാത്ത വിധം എന്ന് പറയുകയാണ്. അന്നേരം ഇത് ചേച്ചിയും കുഞ്ഞിനെയും ഒരുമിച്ചാണ് കാണാതായിരിക്കുന്നതെങ്കിൽ രണ്ടുപേരും ഒരു സ്ഥലത്തുണ്ടെന്ന് സമാധാനിപ്പിക്കുക. രണ്ടായിട്ടല്ലേ കാണാതിരിക്കുന്നത്, CCTV ഫുട്ടേജൊക്കെ പരിശോധിക്കാൻ പറഞ്ഞിട്ട് അത് ഏർപ്പാടാക്കിയും ചോദിക്കുക. അന്നേരം 2 വനിതാ പോലീസുമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, പിങ്ക് പോലീസിനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞിനെ അന്വേഷിച്ച് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോയോ എന്നൊക്കെയാണ്. പിന്നെ മാനസിക വിഭ്രാന്തി ഉള്ളതുകൊണ്ട് അങ്ങനെയും പിന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി ആത്മഹത്യ ചെയ്യാൻ കുഞ്ഞ് നഷ്ടപ്പെട്ട വിഷമത്തിൽ എന്തെങ്കിലും പറയുമ്പോൾ ഒരിക്കലുമില്ല. ഒരു തവണ ആത്മഹത്യ ചെയ്താൽ പരാജയപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാൾ വീണ്ടും അങ്ങനെയൊന്നും ചെയ്യില്ല. രക്ഷപ്പെട്ടു വന്ന അതിനേക്കാൾ ഇതായിട്ടാണ് കരുതുന്നത്, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുക. 2 ദിവസത്തെ സമയം കൂടി എനിക്ക് തരണം, അതിനുള്ളിൽ ഞാൻ വിവരം തരാമെന്ന് പറയുക. അന്നേരം ശരി ആയിക്കോട്ടെ, 2 ദിവസത്തെ സമയം കൂടി തരുന്നു, അതിനുള്ളിൽ പോസിറ്റീവായ ഒരു വിവരം എനിക്ക് ലഭിച്ചിരിക്കണം. റസാക്കിൻ്റെതായ രീതിയിൽ അന്വേഷിച്ചോളൂ, അടുത്ത വിവരം പോസിറ്റീവായിരിക്കണം എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. റസാക്കിന് അല്പം ഇത് തോന്നുന്നുണ്ട് ശാലിനി അത്ര ഹാർഷായിട്ട് സംസാരിക്കുമ്പോൾ. രാമേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പോലീസുകാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. റസാക്ക് യൂണിഫോമിലല്ല, സാധാ ഡ്രസ്സിലാണ്. അന്നേരമാണെങ്കിൽ ശിവനും കമലിനും കൂടി അതുവഴി ഇങ്ങനെ ബുള്ളറ്റിൽ വരികയാണ്. ശിവനാണെങ്കിൽ അതിലെ പോകുമ്പോൾ ശാലിനിയെ കണ്ടതുകൊണ്ട് അങ്ങോട്ടത്തേക്ക് വരികയാണ്. അന്നേരം ശിവനെ കണ്ടപ്പോൾ റസാക്ക് ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കി ചെയ്യുന്നുണ്ട്. അന്നേരം ശിവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി കമലിന് ഇറങ്ങി നിൽക്കുന്നുണ്ട്, ശാലിനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം റസാക്ക് എങ്കിൽ മാഡം എന്ന് പറഞ്ഞിട്ട് ശരി പൊയ്ക്കൊള്ളുന്നുണ്ട്. ശാലിനിയെ സല്യൂട്ട് ചെയ്ത് ശിവനെ ഒന്ന് നോക്കിയിട്ട് റസാക്കാണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ പിന്നെ ശാലിനിയോട് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ കുട്ടികളെ വിളിക്കാനായിട്ട് സ്കൂളിൽ പോകുന്ന വഴിക്കാണ്, അപ്പോഴാണ് ശാലിനി ഇവിടെ നിൽക്കുന്ന കണ്ടത്, അങ്ങനെ ഇറങ്ങിയതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ചേച്ചിയുടെ കാര്യം അന്വേഷിക്കുകയായിരുന്നു റസാക്കിനോട്. അന്നേരം ഒന്നിച്ച് പഠിച്ചതുകൊണ്ടും പിന്നെ അറിയാവുന്നതുകൊണ്ടും പറയണം. ബേസിക്കലി പിന്നെ റസാക്ക് ആളൊരു മടിയനാണ്, നല്ല സ്ട്രിക്റ്റായിട്ട് വാണിംഗ് കൊടുത്താലേ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറയുകയാണ്. അന്നേരം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം പിന്നെ കുട്ടികൾ അവിടെ കാത്തു നിൽക്കുകയായിരിക്കും, വിളിക്കുന്ന വഴിയാണ് എന്നിങ്ങനെ പറഞ്ഞ് ശിവൻ പോകാനായിട്ട് തിരിയുന്നുണ്ട്. അതിന് കമലിനിറങ്ങി നോക്കി നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ശിവൻ പറയുകയാണ്, സത്യാമ്മ ശാലിനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഇതുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. പിന്നെ ഒന്ന് മാനസികമായിട്ടൊന്ന് തയ്യാറായിരിക്കുക. അപ്പോൾ ശത്രുക്കൾ കൂടുമ്പോൾ ആരോപണങ്ങളും കൂടും, നമ്മൾ പിന്നെ അതിനനുസരിച്ച് നിൽക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് കുട്ടികളുടെ കാത്തു നിൽക്കുകയായിരിക്കും എന്ന് പറഞ്ഞിട്ട് കമലിനെയും കൂട്ടിക്കൊണ്ട് ശിവനങ്ങ് പോകുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശാലിനി ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, കുട്ടികളുടെ കാര്യത്തിൽ എന്നേക്കാൾ ഉത്തരവാദിത്വം ശിവനുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി ആലോചിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ രാഘവൻ നേരെ കയ്യിൽ കുഴമ്പൊക്കെ ഇട്ട് തിരുമ്മി കൊടുക്കുകയാണ് പിള്ളയാണെങ്കിൽ. അന്നേരം ഒന്ന് അമർത്തി തിരുവിടുമെന്ന് പറയുകയാണ്. അന്നേരം അമർത്തി തിരിഞ്ഞാൽ പറയും എന്നെ കൊല്ലാൻ നോക്കുകയാണെന്ന്, അല്ലെങ്കിൽ പറയുമ്പോൾ നേരെ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിള്ളയും പിണക്കം പോലെ കാണിക്കുകയാണ്. അന്നേരം താൻ ഒരു മയത്തിൽ അങ്ങോട്ട് തിരിഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് സത്യഭാമയാണെങ്കിൽ അവിടെ പോകാനായിട്ട് ഇറങ്ങി പേഴ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പിള്ളയെ താൻ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോകണമെന്ന് വന്നേന്ന് പറയുകയാണ്. എൻ്റെ പിള്ള എങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു ജോലി ഇവിടെ ചെയ്യുന്നത് കണ്ടില്ല, അത് കഴിഞ്ഞിട്ട് മതി എന്ന് പറയുമ്പോൾ ഇത് അത്യാവശ്യമുള്ള കാര്യമാണ്, അപ്പോൾ പിന്നെ ഇത് ആവശ്യമുള്ള കാര്യമല്ലേ എന്നും പറഞ്ഞ് പിള്ളയോട് രാഘവൻ നേരെ ദേഷ്യപ്പെടുകയാണ്. അന്നേരം പിള്ളയെ താൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പിള്ള ആകെ കുഴപ്പത്തിലാവുകയാണ്. എഴുന്നേൽക്കുന്നുമുണ്ട്, രാഘവൻ നേരെ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നുമുണ്ട്. അന്നേരമാണെങ്കിൽ ഇതിപ്പോൾ ഞാനാണ് ഇയാളെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്, എൻ്റെ കാര്യങ്ങൾ മതി, അത്യാവശ്യമുള്ള കാര്യം, അല്ലാതെ ഇവിടെ വേറൊന്നും വാങ്ങിക്കാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് മതി എന്ന് പറയുകയാണ്. അന്നേരം താൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നും പറഞ്ഞ് സത്യഭാമ വീണ്ടും ദേഷ്യപ്പെടുമ്പോൾ അത് സത്യാമ്മയെ ഞാൻ എന്നും പറഞ്ഞ് പിള്ള കുഴപ്പത്തിലാവുകയാണ്. രാഘവൻ നേരെ ബലമായിട്ട് പിള്ളയെ പിടിച്ച് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല. ഇതിപ്പോൾ എൻ്റെ കാര്യമാണ്, അത്യാവശ്യമുള്ളവരങ്ങ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നേരെ തറതട്ടനെ നിൽക്കുമ്പോൾ പിള്ളയ്ക്കൊന്നും ഭാമയ്ക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഈ സമയത്താണെങ്കിലാണ് അവിടത്തേക്ക് ഓട്ടോയിൽ ഒരു ഓട്ടോ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്ന് ശ്യാമയും രോഹിത്തും
രോഹിത്തുമാണ് ഇറങ്ങുന്നത്. അന്നേരം ശ്യാമയുടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ട്. അന്നേരം ഭാമയ്ക്ക് ധൈര്യമാവുകയാണ്. ഭാമ പറയുകയാണ്, പിള്ളേ താൻ വരണ്ട, സത്യഭാമയ്ക്ക് ദൈവമുണ്ട് കൂട്ടിന്, ഒരു വഴി ഇല്ലെങ്കിൽ മറ്റൊരു വഴി തുറക്കും, അതല്ലെങ്കിൽ ഇവരെ ഈ സമയത്ത് ഇവിടെ കൊണ്ട് എത്തിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് രോഹിത്ത് ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത് മടക്കി വിടാൻ നോക്കുമ്പോൾ ഓട്ടോയുടെ വെയിറ്റ് ചെയ്യാൻ പറ, നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞ് പറയും. രോഹിത്ത് ഓട്ടോയുടെ വെയിറ്റ് ചെയ്യാൻ പറയുകയാണ്. അന്നേരം സത്യഭാമ അങ്ങോട്ടത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം പിള്ളയ്ക്ക് ഈ ശ്യാമയും കണ്ടിട്ട് അങ്ങോട്ട് പിള്ളയ്ക്ക് എല്ലാ രാഘവന്മാർക്ക് എന്തോ പന്തികേട് തോന്നുകയാണ്. തുടർന്ന് അങ്ങോട്ടത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, നമുക്ക് പിന്നെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം എന്ന് പറയുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് രോഹിത്ത് ചോദിക്കുമ്പോൾ നമുക്കൊരു സ്ഥലം വരെ പോകണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എവിടേക്ക് എന്നിങ്ങനെ ആദ്യം രോഹിത്ത് ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് രാഘവന്മാർ പറയുകയാണ്, കാശിക്ക് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ നേരത്തെ അങ്ങ് പോകാമെന്ന് കരുതി എന്നും പറഞ്ഞ് കളിയാക്കുകയാണ്. അന്നേരം ഭാവം പറയുന്നുണ്ട്, എനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം, ശാലിനിക്കെതിരെ പരാതി കൊടുക്കണം, എൻ്റെ മകനെ കൊന്ന ഇതിന് അവൾക്കെതിരെ പരാതി കൊടുക്കണം, വഴി എണ്ണിക്കണം, അവളെ എൻ്റെ കൊച്ചുമക്കളെയും കിട്ടണം, അതിനുവേണ്ടി അവളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ നിയമവും പണവും ഉണ്ട്, അവൾക്ക് കളക്ടർ പദവി ഉണ്ടെങ്കിലും അതിനെതിരെ ഞാൻ പോരാടും, അവളെ അഴി എണ്ണിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് സത്യാമ്മ എന്നൊക്കെ രോഹിത്ത് പറയുന്നുണ്ട്. പക്ഷേ ശ്യാമയ്ക്ക് ആകപ്പാടെ അങ്ങോട്ട് സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. അന്നേരമാണെങ്കിൽ പിന്നെ രാഘവന്മാർ വീണ്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ഇത് ഭ്രാന്ത്, മുഴുത്ത ഭ്രാന്ത്, അല്ലെങ്കിൽ കൺമുന്നിൽ ജീവനോടെ ഇരിക്കുന്ന മകനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് മരുമകൾക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് പോകുമ്പോൾ ഭ്രാന്ത് അല്ലാതെ എന്ത് പറയാം എന്നൊക്കെ രാഘവന്മാർ അവിടെ ഉമ്മറത്തുനിന്ന് വിളിച്ച് പറയുന്നുണ്ട്. അന്നേരം ഭാമയ്ക്ക് ആകപ്പാട് ദേഷ്യവും കല്ലുതുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ്റെ കൊച്ചുമക്കളെ എനിക്ക് വിട്ടുകിട്ടണം, അതിനെങ്കിലും എനിക്ക് നിയമം എനിക്ക് കൂടെ ഉണ്ടാവും, നീ വരുന്നുണ്ടല്ലോ ഇങ്ങോട്ട് വന്നേ എന്നിങ്ങനെ പറയുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കില്ല, എല്ലാത്തിനും നിങ്ങൾ കൂടെ വേണം എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്തൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പക്ഷേ ശ്യാം പറയുന്നുണ്ട്, ഉണ്ടാകും സത്യാമ്മയെ, കുഞ്ഞാച്ചിയുടെ അഹങ്കാരം നശിപ്പിക്കാനുള്ള ഇല്ലാതാക്കാനുള്ള സമയമായി എന്ന് പറയുമ്പോൾ രാഘവന്മാർ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, ഫസ്റ്റ് വന്നതും കണക്ക് നിന്നതും കണക്ക് എന്നിങ്ങനെ രാഘവന്മാർ പറയുകയാണ്. എന്നിട്ട് നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് സത്യഭാമയാണ് ഇങ്ങോട്ട് വാ എന്ന് വിളിക്കുകയാണ്. തുടർന്ന് രോഹിത്ത് ഇഷ്ടമില്ലാതെയാണ് പോകുന്നത്. എന്നിട്ട് നിർബന്ധമായിട്ട് രോഹിത്തിനോട് ഓട്ടോയിൽ കയറാൻ പറയുമ്പോൾ രോഹിത്ത് ആദ്യം കയറുന്നുണ്ട്. തുടർന്ന് സത്യഭാമയും കയറുകയാണ്. അന്നേരം ശ്യാമ വേഗം കൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അന്നേരം നീ എങ്ങോട്ടാ ചോദിക്കും. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ നിന്നെ ശ്യാമ പറയുമ്പോൾ നീ ഇവിടെ നിന്നാൽ മതി, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെയും കൂട്ടി സത്യഭാമ ഓട്ടോയിലും പോകുന്നുണ്ട്. അന്നേരം ശ്യാമയ്ക്ക് ആകപ്പാടെ സന്തോഷത്തിരിക്കുകയാണ്. ശ്യാമ പറയുന്നുണ്ട്, കുഞ്ഞേച്ചിക്ക് യുദ്ധത്തിന് ആയിട്ട് സകല പിന്നെ ഇവിടെ എല്ലാം ഒരുങ്ങി കഴിഞ്ഞു, മുന്നിൽ നിന്ന് കളിക്കുന്നത് സത്യഭാമയാണ്, പിന്നെ അത് തടയാനായിട്ടുള്ള സന്നാഹങ്ങൾ വേണമെങ്കിൽ ഒരുക്കിക്കോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആകെ സന്തോഷത്തിരിക്കുകയാണ്. എന്നിട്ട് ഭാമ അവിടെ എന്തെങ്കിലും നോക്കുമ്പോൾ ഉമ്മറത്ത് രാഘവന്മാരും പിന്നെ പിള്ളയും ഒക്കെയാണ് നിൽക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോൾ രാഘവന്മാരെ മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം നിൽക്കി എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ പിന്നെ പുറകെ ഒരു ഓട്ടോ വിളിച്ച് പോകാൻ അല്ലെങ്കിൽ ഓടി ചെല്ലാത്ത അതല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് രാഘവന്മാർ കളിയാക്കുന്നുണ്ട്. പക്ഷേ ശ്യാമ അത് മൈൻഡ് ചെയ്യാതെ അങ്ങകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം രാഘവന്മാർ പിള്ളയോട് പറയുന്നുണ്ട്, കലികാലം അല്ല എന്തുവാ, മരുമകൾക്കെതിരെ പരാതി കൊടുക്കാനായിട്ട് അമ്മായിയമ്മ പോയിരിക്കുന്നു, ഇനി എന്തൊക്കെ കാണണം എൻ്റെ ഈശ്വരാന്നും പറഞ്ഞിട്ട് രാഘവന്മാർ നിൽക്കുകയാണ്. ഇതേസമയം അവിടെ പിന്നെ ശാലിനിയുടെ വീട്ടിലെ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകാൻ റെഡിയാകുന്ന ശിവൻ ആദ്യമേ ഇറങ്ങി റെഡിയായില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം പപ്പിയാണെങ്കിൽ റെഡിയായി വരുന്നുണ്ട്. അന്നേരം സത്യയുടെയും ചോദിക്കുമ്പോൾ മുടി കെട്ടിയത് അങ്ങോട്ട് ശരിയായില്ല എന്ന് പറയുകയാണ്. അന്നേരം അയച്ചതാണ്, അമ്മ കെട്ടിയതിന് സ്റ്റൈല് പോരാ, വീണ്ടും കെട്ടുകയാണെന്നൊക്കെ പറയുമ്പോൾ ശാലിനിയും സത്യയും കൂടി പിന്നാലെ വരുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് പോകാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ താമസിക്കുമെന്നിങ്ങനെ ശാലിനി പറയുമ്പോഴും അങ്ങനെയൊന്നുമില്ല, ശിവനെങ്കിൽ ബെല്ലടിക്കാൻ 5 മിനിറ്റ് ഉള്ളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാലും പറപ്പിക്കും, പുലിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ശിവനാണ് കുട്ടികളെ വഷളാക്കുന്നത്. ശാലിനി പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അവരെൻ്റെ ഫ്രണ്ട്സല്ലേ, ഞാൻ പറയുന്നതിന് അപ്പുറം പോയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ ശിവൻകുട്ടികളെ കൊണ്ടുപോകാമെന്നുള്ള രീതിക്ക് അങ്ങോട്ട് നിൽക്കുമ്പോഴത്തേക്ക് വണ്ടി വരുന്നുണ്ട്, കാറ് വരികയാണ്. അന്നേരം നോക്കുമ്പോൾ അതിൽ നിന്ന് വരുന്നത് നിർമ്മലയും സ്വാമിയുമാണ് വരുന്നത്. അന്നേരമാണെങ്കിൽ ഇത് കുട്ടികൾ പോകാൻ നിൽക്കുന്ന എല്ലാം അങ്ങനെ നിർമ്മലയ്ക്ക് ആദ്യം ദേഷ്യം വരുന്നുണ്ട്. നിർമ്മല പറയുകയാണ്, നീ ഇവിടെ പിന്നെ വല്ലവരുടെ കുട്ടികളെയും സ്കൂളിലാക്കി നടന്നോ, അവിടെ പാതിച്ചെത്ത ഒരാൾ ആശുപത്രി കിടക്കുകയാണ്, നീ അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ അച്ഛന് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അന്നേരം നീയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞിട്ട് നിർമ്മല പറയുമ്പോൾ സ്വാമി പറയുന്നുണ്ട്, മഹേന്ദ്ര സാർ ഹോസ്പിറ്റലിലാണ്, പാതി തളർന്ന അവസ്ഥയിലാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്, എല്ലാം നീയാണ് വരുത്തി വെച്ചതെന്ന് പറയുമ്പോൾ അമ്മ ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മഹേടൻ അത് ചെയ്തിട്ടില്ല, നീ അങ്ങനെ കുറ്റം ആരോപിച്ചതിന് ശേഷം നീ അങ്ങ് പോയല്ലോ, അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഉണ്ടായത്, അദ്ദേഹം അത് ചെയ്തിട്ടില്ല നാണായിട്ട് പറഞ്ഞില്ലേ, ചെയ്തെങ്കിൽ ആരുടെ മുഖത്ത് നോക്കിയും പറയും എല്ലാത്തിനും കാരണം
നീ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വരണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് പിന്നെ നീയാണ് കാരണം എന്നൊക്കെ പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് ചാച്ചപ്പനാണ്, ചാച്ചപ്പൻ പറഞ്ഞല്ലോ അച്ഛൻ പറഞ്ഞിട്ടാണ് ചെയ്യിച്ചതെന്ന്, പിന്നെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സ്വാമി പറയുന്നുണ്ട് അത് എനിക്കൊരു സംശയമുണ്ട്, ഞാനിതുവരെ ആരോടും പറഞ്ഞില്ല. ശിവൻകുഞ്ഞ് സംശയത്തോടെ അല്ല സംയമനത്തോടെ കേൾക്കണമെന്ന് പറയുമ്പോൾ എന്താ സ്വാമി കാര്യം ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരു സംശയമാണ്, പിന്നെ ചാച്ചപ്പനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചത് പ്ലാമൂട്ടിലെ ആൻ്റണിയാണോ എന്നൊരു സംശയമുണ്ട്. ആൻ്റണിയും ഈ ചാച്ചപ്പനുമായിട്ട് അടുത്ത ദിവസം സംസാരിക്കുന്നത് നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ കണ്ടു. ഞാനിത് മഹേന്ദ്ര സാറിനോട് പോലും പറഞ്ഞില്ല, എങ്കിൽ അവനെ കൊന്നിട്ട് സാർ ജയിലിൽ പോകുമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അങ്ങനെയാണെങ്കിൽ അവനെ വിശദമായിട്ടൊന്ന് കാണണമല്ലോ എന്നിങ്ങനെ ശിവൻ പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് പിന്നെ ശിവനെങ്കിൽ പിന്നെ അവരുടെ കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലുക, അച്ഛനതൊരു ആശ്വാസമായിരിക്കും, കുട്ടികളെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കിക്കൊള്ളാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ പപ്പി പറയുന്നുണ്ട് ശിവനെങ്കിൽ കൊണ്ടാക്കിയാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ശിവൻ പറയുന്നത് എനിക്ക് അത്യാവശ്യമായതുകൊണ്ടല്ലേ മക്കളെന്ന് അമ്മയോടെ പോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പീഡത്തിടം തോളിലിങ്ങനെ നിർത്തിയിട്ടുകയാണ്. എന്നിട്ട് ശിവനാണെങ്കിൽ പിന്നെ ചന്ദ്രയോട് പറയുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നീയും വരണം വാ എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം ചന്ദ്ര ഇങ്ങനെ ശാലിനി നോക്കിയാണ്. അന്നേരം ചെല്ല് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് ശിവൻ എങ്ങനെ പോകുന്നുണ്ട്, കാറിലേക്ക് കയറുകയാണ്. ചന്ദ്രയും കൊണ്ട് നിർമ്മല കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. സ്വാമിയും കാറിൽ കയറി അവരങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്നാണെങ്കിൽ പപ്പി പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം പോയി ശിവനങ്ങൾ കൊണ്ടുപോകുന്നതായിരുന്നു നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ടോ പിന്നെ എന്നും ശിവനങ്ങൾ കൊണ്ടാക്കിയിട്ടല്ലേ പോകുന്നത്, ഞാൻ കൊണ്ടുപോയാൽ എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അമ്മ ആകെ സീരിയസ് ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് ചെറിയ വിഷമം തോന്നുന്നുണ്ട്. ശാലിനി മനസ്സിൽ പറയുകയാണ് അമ്മയുടെ സാഹചര്യമാണ് മോളെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നതെന്ന് പറഞ്ഞ് ക്ഷമിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം സത്യഭാമയും രോഹിത്തും കൂടി അവിടെ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. അന്നേരം ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ വെളിയിൽ സബ് ഇൻസ്പെക്ടർ നിൽക്കുന്നുണ്ട്. അന്നേരം സാറല്ലേ നേരിട്ടൊരു പരാതി കൊടുക്കാനെന്ന് പറയുമ്പോൾ ചോദിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അകത്തേക്ക് കയറിപ്പോയിട്ട് തിരിച്ച് വരുമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം രോഹിത്ത് ചോദ്യം സത്യമ്മ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോയിരുന്നു. അന്നേരം പിന്നെ ആലോചിക്കാനൊന്നുമില്ല, നിന്നെ ഒരു അനിയനെ പോലെയല്ലേ വിഷ്ണു കണ്ടത്, എന്നിട്ടും നീ എന്ന് പറയുമ്പോൾ രോഹിത്തിന് ചെറുതായിട്ട് വിഷമം തോന്നുന്നുണ്ട്. രോഹിത്ത് സത്യഭാമയുടെ കൂടെ അകത്തേക്ക് കയറി പോവുകയാണ്. റസാക്ക് ചെല്ലുമ്പോൾ ഇരിക്കാനൊക്കെ പറയുന്ന രണ്ടുപേരും. അന്നേരം എന്താ ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് എൻ്റെ മകൻ വിഷ്ണുവിനെ കൊന്നതാണ്, പിന്നെ അത് ചെയ്തത് അവൻ്റെ ഭാര്യയും കളക്ടറുമായ ശാലിനിയാണ്, അത് വെറും 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് പിന്നെ നീതി കിട്ടണം, അവൻ്റെ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ അവളുടെ കൂടെയാണ്, അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ത്രീയുടെ കൂടെ എൻ്റെ കുട്ടികൾ വളർന്നാൽ അവരുടെ ഗതി എന്താവും, അതുകൊണ്ട് പിന്നെ എനിക്ക് നീതി കിട്ടണം എന്നൊക്കെ പറയുകയാണ്. അന്നേരം പിന്നെ റസാക്കിന് ആദ്യം തോന്നുന്നുണ്ട്, റസാക്ക് പറയുകയാണ് എനിക്ക് ശാലിനി മേഡത്തെ നേരിട്ട് അറിയാവുന്നത് കൊണ്ടും പറയുകയാണ് വെറും 30 ലക്ഷം രൂപ എന്ന് പറയുന്ന കളക്ടർക്ക് അതൊരു നിസ്സാരമാണ്, അതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ വിഷ്ണുവിൻ്റെ പല കേസുകളിലും മാഡത്തിൻ്റെ പല കേസ് ഇൻവോൾവ് ആയതുകൊണ്ട് പറയുകയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറയുകയാണ്. അവളുടെ അക്കൗണ്ടിലേക്ക് 30 ലക്ഷം രൂപ വന്നിട്ടുണ്ട്, പിന്നെ എൻ്റെ മകൻ്റെ മരണം എന്നെന്നും മറച്ചു വെച്ചു, ഇത് ഞാൻ അറിയുന്നത് അവളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ വന്നതിന് ശേഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ അവളെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്, എനിക്ക് നീതി ലഭിക്കണം, ഒരു അമ്മയുടെ വേദനയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ നേരെ ആരോപണം ഉന്നയിക്കാൻ സാധിക്കും, തെളിവാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ തെളിവുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പക്ഷേ അതൊന്നും അല്ല സംഭവിച്ചത് എന്നിങ്ങനെ പിന്നെ റസാക്ക് പറയുന്നുണ്ട്. അന്നേരം ന്യായീകരിക്കാനാണെങ്കിൽ വേണ്ട, പക്ഷേ എനിക്ക് എൻ്റെ കുട്ടികളെ വിട്ട് കിട്ടണം, അതൊക്കെയാണ്, അവളെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ഒരാൾക്കെതിരെ പരാതി കിട്ടി എന്ന് കരുതി നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അറസ്റ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല, തന്നിരിക്കുന്ന പരാതി കൃത്യമാണോ കറക്റ്റാണോ എന്ന് അന്വേഷിച്ചറിയിക്കണം, അതിനുള്ള ആരോപണം കറക്റ്റാണോ എന്നറിയണം, അതിനുശേഷമേ പറ്റുകയുള്ളൂ, തെളിവുകളാണ് അടിസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ തെളിവുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുന്നുണ്ട്. ഈ 30 ലക്ഷം രൂപ വന്നത് ബോണസ് ആണെങ്കിലോ എനിക്ക് ബാക്കി കിട്ടിയതിന് ശേഷമുള്ള ബോണസ് ആണെങ്കിലോ പിന്നെ എൻ്റെ കൊച്ചുമക്കളെയും പിടിച്ചു വച്ചിട്ട് എന്നെ അമ്മയെ അറിയിച്ചില്ലല്ലോ അവൻ്റെ മകൻ മരിച്ചു എന്നുള്ളത്, ഇതൊക്കെ തെളിവുകളല്ലേ, അതിനാൽ ഇതൊക്കെ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം റസാക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. രോഹിത് ഒന്നും മിണ്ടാതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി രോഹിത് ഇനി അത് ചെയ്യില്ല എന്നുള്ളത് റസാക്ക് പറയുന്നു. സത്യഭാമ ദേഷ്യത്തോടെ എഴുന്നേൽക്കുന്ന ഒരു സീൻ കഴിഞ്ഞ പ്രൊമോയിൽ വന്നിരുന്നു. അതോ ഇനി പരാതി സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ശാലിനിയെ വിളിച്ചു വരുത്തി ഇത് പരിഹരിക്കാനായിട്ട് റസാക്ക് ശ്രമിക്കുമായിരിക്കും എന്താണെന്നുള്ളത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.